അമ്പൂരിയിൽ ഒരുപാട് ഹിഡൻ സ്പോട്ടുകളുണ്ട്. അതിലൊന്നാണ് മായങ്കടവ്. അമ്പൂരിയിലെ ഹിഡൻ സ്പോട്ടുകളിലെ മിക്ക സ്ഥലത്തും ബൈക്കുകൾ പോകാറാണ് പതിവ്. വലിയ വാഹനങ്ങളൊന്നും പല സ്ഥലങ്ങളിലും എത്താറില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ മായങ്കടവിൽ കടവ് വരെ ഏത് വാഹനവും എത്തിച്ചേരും. അധികമാരെ അറിയപ്പെടാതിരുന്ന കടവിലേക്ക് ഇന്ന് ജനപ്രവാഹമാണ്. പലരും അന്വേഷിച്ച് കണ്ടെത്തി വരുന്നവരുണ്ട്. അങ്ങനെ ഞങ്ങളുടെ അമ്പൂരിയിലെ യാത്രയിൽ രണ്ടാമത്തെ ഹിഡൻ സ്പോട്ടാണ് ഈ മായങ്കടവ്. മാതാമലയിൽ കയറിയ പാടൊന്നും ഇവിടെ വന്നപ്പോൾ ഇല്ലായിരുന്നു. വന്ന ഉടനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിരുന്നു. കടവിൻ്റെ സൈഡിലായി ഒരു ചെറിയ കടയുണ്ട്. അവിടെ നല്ല ബീഫും ചിക്കൻ കറിയും കപ്പയും ഊണുമൊക്കെ കിട്ടും. ഈ ഫുഡൊക്കെ വാങ്ങി കടവിൻ്റെ സൈഡിലിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന വൈബ് അതൊന്ന് വേറെ തന്നെയാണ്. നമ്മുടെ ടീമുകളെല്ലാവരും കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഒരു ഒത്തുചേരലിന്റെ ഭാഗമായി ഒരു കേക്കും കൂടെ മേടിച്ച് അങ്ങ് കട്ട് ചെയ്തു. ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ നല്ല ഓർമ്മകളാണ്. നമ്മളിങ്ങനെ ഒരു യാത്ര വരുന്നതും സന്തോഷമായി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതും ഒരു കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ. അന്ന സ്ഥിതിക്ക് വന്ന് കുളിക്കാതെ പോകുന്നത് മോശമല്ലേ? അങ്ങനെ എല്ലാവരും കുളിക്കാനായിട്ട് കടവിലേക്ക് ഇറങ്ങി. ഇവിടെ വരുന്നവരെല്ലാം കടവിലിറങ്ങി കുളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. വെള്ളം അധികമൊന്നുമില്ല, അരഭാഗം വെള്ളം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ കടവിലേക്ക് കുളിക്കാനായിട്ട് മാത്രം ഒരുപാട് പേർ വരുന്നുണ്ട്. പിന്നെ ഉള്ളിലോട്ടൊന്നും പോകാതിരിക്കുക. ട്രെയിൻ പോവാണ്, ട്രെയിൻ വെള്ളത്തിലെ ട്രെയിൻ പോവാണ്. അങ്ങനെ കുളിയും കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് യാത്രയാകുവാൻ പോവുകയാണ്. യാത്രയാവുന്നതിൻ്റെ സന്തോഷത്തിൽ കടവിൽ കുറച്ചു നേരം ഡാൻസ് ചെയ്യാൻ വേണ്ടി വാഹനം നിർത്തി കൊടുത്തു കേട്ടോ. ആദ്യം മാതാമല കയറിയപ്പോൾ പലർക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും യാത്ര എന്തായാലും എല്ലാവരും ആസ്വദിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഈ യാത്ര അങ്ങ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഞങ്ങളും അമ്പൂരിയോട് വൈകുന്നേരം ആയപ്പോൾ ഈ കടവ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ബൈക്കിലായാലും ഏത് വാഹനത്തിലായാലും ഇവിടെ വരെ എത്തും എന്നതാണ് മറ്റൊരു പ്രത്യേകത കേട്ടോ. അങ്ങനെ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലെത്തി ഇനി പാക്കപ്പ് ചെയ്യുകയാണ്. അങ്ങനെ കസിൻസുമായിട്ടുള്ള ഒരു വൺ ഡേ ട്രിപ്പ് നമ്മൾ അടിച്ചു പൊളിച്ചു എന്ന് പറയാം. ഇതൊരു ചെറിയൊരു തുടക്കം മാത്രമായിരുന്നു. ഇനി ഒരു വലിയ ട്രിപ്പുകളിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഞങ്ങളെല്ലാവരും. അമ്പൂരിയിലെ കുമ്പിച്ചൽ ബ്രിഡ്ജ് വന്നതോടുകൂടിയാണ് ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ എല്ലാവരും അറിയാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇനി അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോഴേ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്.